അന്നൊരു ചെറിയ പള്ളിയുള്ളൂ. സുന്നി ആചാരപ്രകാരമായിരുന്നു പള്ളി ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, ആദ്യം തുടക്കത്തിൽ. പിന്നീട് എപ്പോഴാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഇവിടേക്ക് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ വരുന്നത് എന്നൊക്കെ ജമാഅത്ത് ആശയക്കാരാണ് കൂടുതൽ ഈ ഇദ്ദേഹത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം ഈ നമസ്കാരത്തിൽ നോമ്പിനൊക്കെ തറാവീഹ് 23 നിസ്കരിക്കുമായിരുന്നു. ഞാനും ചെയ്തിട്ടുണ്ട് ഇവരെ കൂടെ നിന്നിട്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരനാണ്. അതെ, ഞാൻ അങ്ങനെയാണ് ഇവരായിട്ട് അടുപ്പം വരുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമി ആയെങ്കിലും വെൽഫെയർ ആണെങ്കിലും ഇസ്ലാം സ്വത്തല്ലത്, വഖഫല്ലേ സാധനം, അള്ളാഹുവിൻ്റെ ഭവനല്ലേ, തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ ജമാഅത്ത് ആശയക്കാരനാണ്. നമ്മുടെ കാർന്നവരായിട്ടും കുടുംബമായിട്ടും അങ്ങനത്തെ ആൾ തന്നെയാണ്. ഇതിപ്പോൾ ഈ ഇരിക്കുന്ന ആൾ, ഈ മുൻ പ്രസിഡന്റ്, ഇദ്ദേഹം ഇതിൽപ്പെട്ട ആൾ തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഭൂരിപക്ഷം ആളും ജമാഅത്തിൻ്റെ അനുഭാവികൾ തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവർ കള്ളത്തരം കാണിച്ച് ഇവരോട് നമ്മൾ ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ മുതൽ ഈ നാട്ടിൽ എവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എന്നാണ് പറഞ്ഞത്. അവരുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരു പള്ളി ഇതേമാതിരി അവരാക്കിയെടുത്ത്, അവരെ പേരിലാക്കിയെടുത്ത്. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഈ ഏരിയ സെക്രട്ടറിയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, മനസ്സിലായി. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, RSPക്കാരുണ്ട്, LCPക്കാരും CPI എല്ലാവരും ഇതിൽ രാഷ്ട്രീയമില്ല, മനസ്സിലായി. ഞാൻ ഈ മഹല്ലിൽ വന്നിട്ട് 38 വർഷമായി. അപ്പം നമ്മൾക്കിവിടെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മളെ മുതൽ പോയത് തിരിച്ച് കിട്ടണം. ഒരു ഗുരുതരമായ മറ്റൊരു പ്രശ്നം, ഈ പറയപ്പെടുന്ന ഈ റോബറി നടത്തിയ ആളുകൾ ഈ മഹല്ലുകാരല്ല. ഈ മഹല്ലുകാർ നിങ്ങളുടെ മഹല്ലിലെ ഒരു സ്ഥാപന ജംഗമ വസ്തുക്കൾ കൊണ്ടുപോകുമ്പം ഈ മഹല്ലുകാരെന്ന് പറയുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കമ്മിറ്റിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? അത് അവിടെ എവിടെയാണ് വീഴ്ച വന്നത്? ഇവിടെ ഒരു പൊതുയോഗം വിളിക്കുക, ഒരു മീറ്റിംഗ് വിളിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പൈസ കിട്ടിയിട്ട് പോലും ഞങ്ങളിവിടെ ചോദിക്കാറുണ്ട്, ഈ പൈസ എന്തായി, പൈസ എത്ര കിട്ടി നിങ്ങൾക്കെന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ ഡെയിലി പള്ളിയിൽ വരുമ്പോൾ ഇതിൻ്റെ അധികാരികളോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്. ഇവരൊന്നും മിണ്ടൂല. പൈസ ഉണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും പറയാറില്ല ഇവർ. ഇസ്ലാം നിയമം അനുസരിച്ച് ഒരുത്തൻ്റെ നമ്മൾ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ തിരിച്ച് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് നമ്മൾ. കാരണം നമ്മൾക്ക് മരിക്കണം, ഖബറുണ്ട്, പരലോകമുണ്ട്. ഇത് മനസ്സിലാക്കുന്നവരാണ് ഇത് പിടിച്ചടക്കിയേക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ഇസ്ലാമിൽ തന്നെ കൊണ്ട് നടക്കണം? ഏത് ഇസ്ലാമാണ് ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ജമാഅത്തുകാർ പറഞ്ഞുണ്ടാക്കണത് മാർക്സിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് സമരക്കാർ. ഞങ്ങൾ മാർക്സിസ്റ്റുകാരല്ല, ലീഗുണ്ട്. ഇത് മാർക്സിസ്റ്റ് ലീഗ്, ഞാൻ കോൺഗ്രസ്, അങ്ങനെ പല പല പാർട്ടികളാണ് ഇവിടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുന്ന സംഘങ്ങളെക്കുറിച്ച് നമ്മൾ ഈ അടുത്ത് വാർത്തകളിൽ കേട്ടിട്ടുണ്ട്, വാർത്തകളിൽ നിറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പള്ളി തന്നെ, ആ പള്ളിയുടെ സ്വത്ത് തന്നെ അപ്പാടെ കട്ടെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കൊള്ള സംഘത്തെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ കൂടെ തൃശ്ശൂർ ജില്ലയിലെ SN പുര എന്ന പ്രദേശത്തേക്ക് വരണം. ഞാൻ നിൽക്കുന്നത് ഈ പ്രദേശത്തെ വെളുത്ത കടവ് എന്ന് പറയുന്ന ഈ മഹല്ലിലെ ഒരു പള്ളി അപ്പാടെ വിഴുങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയുടെ കൊള്ള സംഘത്തിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയാണ്. ഇവിടെ വന്നപ്പോൾ ഞെട്ടിത്തരിക്കുന്ന ചില കാഴ്ചകളാണ് എനിക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ പള്ളികളുടെയൊക്കെ സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോകുന്നത് നമുക്കറിയാം. എന്നാൽ പള്ളി തന്നെ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു കഥയെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കില്ല. എന്നാൽ ഞാനുള്ളത് ഈ ഒരു പള്ളി അന്യാധീനപ്പെട്ടു പോയ ഈ ഒരു പള്ളിയുടെ മുറ്റത്താണ്. എനിക്ക് പിറകിൽ കാണാം, ഇവരോ സമുദായ സേവകർ എന്ന് പറഞ്ഞുകൊണ്ട് 1-2 ആളുകളുടെ പടം കൊടുത്തുകൊണ്ടാണ് ഈ നാട്ടുകാർ ഒന്നിച്ച് പ്രതിഷേധിക്കുന്നത്. ഇതിൽ കാണുന്നതിൽ ഒരാൾ ഈ കഴിഞ്ഞ ദിവസം വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ തൃശ്ശൂർ ജില്ലയുടെ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്ന പത്താഴക്കാട് കാട്ടകത്ത് കുഞ്ഞാലൻ മകൻ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മറ്റൊരാൾ വെൽഫെയർ പാർട്ടിയുടെ കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റഷീദാണ്. അങ്ങനെ തുടങ്ങി ഈ പ്രദേശത്തുകാരെ വഞ്ചിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെക്കുറിച്ചുള്ള പ്രതിഷേധത്തിൻ്റെ ബോർഡുകളാണ് ഈ പള്ളിക്കരികിലേക്ക്. നമ്മൾ സാധാരണഗതിയിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാറുണ്ട് വാണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ പടം. വെളുത്ത കടവുകാർ പള്ളിയിൽ ഒരു ജോലി കൊടുത്തതിൻ്റെ പേരിൽ ആ പള്ളിയും പള്ളിയുടെ സ്വത്തുവകകളും 2,74,44,485 രൂപയും തട്ടിയെടുത്ത ആലുവ ചൊവ്വര ചുള്ളിയാട് താഴത്തുപുറത്ത് ബാബ ലത്തീഫ് എന്ന കൊടും ചതിയനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാ നിങ്ങൾക്കിവിടെ കാണാം ഇത്തരത്തിലുള്ളൊരു ബോർഡ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആളുകളെക്കുറിച്ചൊക്കെ ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് നൽകിക്കൊണ്ട് ഈ നാട്ടുകാർ സമരത്തിലാണ്. കാര്യം എന്താണ് എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ സമരപ്പന്തൽ 180ാമത്തെ ദിവസമാണ് ഈ നാട്ടുകാർ പള്ളിയുടെ ഒരു മൂലയിൽ ഒരു സമരപ്പന്തൽ കെട്ടി ഈ നാട്ടുകാർ തങ്ങൾക്ക് നീതി വേണം, ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടുകാർ സമരം ചെയ്യൽ തുടങ്ങിയിട്ട് ഇത് ഇവരുടെ സമരപ്പന്തലാണ്.
വെളുത്തകടവ് ദാറുസ്സലാം ജുമാ മസ്ജിദ് വഖഫ് സംരക്ഷണ സമിതി സർവകക്ഷി സത്യാഗ്രഹ സമരപ്പന്തൽ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിക്കാർ തട്ടിയെടുത്ത വെളുത്തകടവ് പള്ളിയുടെ ആധാരവും പണവും എത്രയും പെട്ടെന്ന് പള്ളിക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുക എന്ന ഇതോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. ആരാധനാലയങ്ങൾ ആരാധനയ്ക്ക് മാത്രം, മതരാഷ്ട്രവാദം പടിക്ക് പുറത്ത്. വെളുത്തകടവ് പള്ളിയിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി പള്ളി വിഴുങ്ങികൾ തട്ടിയെടുത്ത സ്വത്തുവകകൾ 1, പള്ളിയുടെ വിലമതിക്കാനാവാത്ത ആധാരങ്ങൾ 2,76,44,485 രൂപ 3, 2.5 കോടിയുടെ പ്രോപ്പർട്ടി വാങ്ങിയ ഇടപാടിൽ ലഭിച്ച ലക്ഷങ്ങളുടെ കമ്മീഷൻ 4, 1.5 ലക്ഷം രൂപയുടെ മാസവാടക. പള്ളികൾ മനുഷ്യസ്നേഹത്തിൻ്റെയും ആത്മസംസ്കരണത്തിൻ്റെയും ഇടങ്ങളാണ്. പാർട്ടി ഓഫീസുകളല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ വിദ്വേഷ വേദികളാക്കുവാനുള്ളതല്ല. കുത്തുബയുടെ മെമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെളുത്തകടവ് പള്ളി സാഹോദര്യത്തിൻ്റെ പ്രതീകം. രാഷ്ട്രീയ വേർതിരിവ് പള്ളിയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകളുള്ളത്. തൊട്ടടുത്ത് മറ്റൊരു ബോർഡ് ഇവരോ സമുദായ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു 2 പേരുടെ കൂടി ചിത്രങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡ് ഇവിടെയുള്ളത്. ഇതിലൊന്ന് നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഷാനവാസുണ്ട്. അതോടൊപ്പം തന്നെ ആലുവ സ്വദേശിയും മുൻ ഖതീബും പനങ്ങാട് ഹൈസ്കൂൾ അധ്യാപകനുമായ താഴത്തുപുറത്ത് അബ്ദുൽ ലത്തീഫുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യാജ ട്രസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് മാറ്റിയെടുത്തവർ, ഈ പള്ളിയുടെ വഖഫ് കൊള്ളയടിക്കാനായി ചെയ്ത ആധാരത്തിന് സാക്ഷി നിന്ന തോട്ടുകൽ കണ്ണയത്ത് അബ്ദുസലാം, തരൂപ്പീടികയിൽ മുഹമ്മദ് യൂസഫ് എന്നിവരുടെ ഈ ഒരു ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു ഫ്ലെക്സ് ബോർഡുകളുള്ളത്. ഇതിൽ പറയുന്നൊരു കാര്യം, ഈ പള്ളി വഖഫ് ചെയ്ത പള്ളിയാണ്. പറയുന്നുണ്ട് 4 പേർ ഈ പള്ളിക്ക് വേണ്ടി സ്വന്തം ഭൂമി വഖഫ് ചെയ്തിരുന്നു. ഇത് ഒരു ട്രസ്റ്റാക്കി ഈ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ അറിയാതെ ഇവർ തട്ടിയെടുത്തു എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ഇവർ പറയുന്ന കാര്യമുണ്ട്, പള്ളിയുടെ വഖഫ് സ്വത്തുകൾ തിന്നുകൊഴുത്ത ഈ കൊടും വഞ്ചകരിൽ നിന്നും പള്ളിയും പള്ളിയുടെ സ്വത്തുക്കളും തിരികെ ലഭിക്കുന്നതിന് വേണ്ടി സംഘടനകൾക്ക് അതീതമായി വെളുത്തകടവിലെ ദീനീ സ്നേഹികളെല്ലാം ചേർന്നു ഒരുമിച്ചൊന്നായി പള്ളി വഖഫ് സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മയിൽ പ്രക്ഷോഭത്തിനിറങ്ങുകയാണ്. എല്ലാ ദീനീ സ്നേഹികളും സഹകരിക്കുക. പള്ളിയുടെ വഖഫ് സ്വത്തിൽ മേലാൽ വെളുത്തകടവ് ജുമാ മസ്ജിദിന് യാതൊരുവിധ അവകാശവുമില്ല എന്ന ആധാരത്തിൽ എഴുതി ചേർത്ത മേൽപ്പറഞ്ഞ പള്ളി വിഴുങ്ങുകളിൽ നിന്നും പള്ളിയുടെ വഖഫ് സ്വത്തുക്കൾ വെളുത്തകടവ് നിവാസികൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. വെളുത്തകടവ് ദാറുസ്സലാം ജുമാ മസ്ജിദ് വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ബോർഡുള്ളത്. അതോടൊപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബോർഡും നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ബോർഡുണ്ട്. ഇവിടെയാണ് ഇവർ സമരപ്പന്തലിൽ ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഉച്ചയ്ക്ക് 1 മണി 1:30 മണി സമയമാണ്. 3 മണിയോടുകൂടി ഈ സമരപ്പന്തൽ സജീവമാകും. തീർച്ചയായിട്ടും നമ്മൾ സമരപ്പന്തലിൽ വന്ന് ഇവരെ കാണും. അതുവരെ ഞാൻ ഇതിൻ്റെ ഇവിടുത്തെ പശ്ചാത്തലങ്ങൾ മാത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി അറിയിക്കുകയാണ്. സമരപ്പന്തൽ 180-ാം ദിവസം എന്നിവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ബോർഡുകളും ഫ്ലെക്സുകളുമൊക്കെ. ഇതിനപ്പുറം പള്ളിയുടെ ഒരു മതിലാണ്. ഈ മതിലിലാണ് ഒരു പള്ളിയുടെ മതിലെന്ന് പറയുന്നത്. അവിടെ പ്രവാചകൻ്റെ എഴുത്തുകളുണ്ടാകും, ഖുർആൻ സൂക്തങ്ങളുണ്ടാകും, ഹദീസ് വാക്യങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ ഈ നാട്ടുകാർ തങ്ങളെ വഞ്ചിച്ച, തങ്ങൾ സുജൂദ് ചെയ്യുന്ന ഇടത്തെ തിരികെ ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഇവരുടെ ഈ സമരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയപ്പെടുന്നത് പ്രകാരം ഈ പറയുന്ന ഈ ഒരു ഇസൻപുര എന്ന് പറയുന്നൊരു മഹലിൽ 9 പള്ളികളുണ്ട്. ഞാൻ നേരത്തെ ഒരു പള്ളി കൂടിയുണ്ട്, ആ പള്ളി ഞാൻ കാണിക്കാം. ആ പള്ളിയുടെ അണ്ടറിൽ ഏകദേശം 9 പള്ളികളുണ്ട്. ആ പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയാണ് ഇത്. സുന്നി പള്ളിയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇത് സുന്നി ആചാരങ്ങൾ നടക്കുന്ന, സുന്നി വിശ്വാസപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്ന ഒരു പള്ളിയാണ്. ഇവിടുത്തുകാരോട് ഞാൻ അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞത്, കുറച്ച് ആളുകളൊക്കെ ഗൾഫിലേക്ക് പോയി അവരൊക്കെ തിരികെ വരുന്ന സമയത്തേക്ക് ഇവിടെ കുറച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളൊക്കെ കൂടി പിന്നീട് ഈ പള്ളിയിൽ മലയാളത്തിലേക്ക് ജുമകൾ വന്നു. സുന്നി വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ നടക്കാതെ പോയി എന്നാണ്. ഏകദേശം 155ഓളം മഹല്ല് നിവാസികൾ ഈ പള്ളി കണ്ടറിലായിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഈ പള്ളി ഇവർക്ക് ഈ 2 കോടി രൂപ കിട്ടുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നാണ്. എനിക്ക് പിറകിൽ നമുക്ക് മുൻപിൽ കാണുന്നത് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ്. തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേയുടെ സ്ഥലമാണ്. ഈ സ്ഥലങ്ങളെല്ലാം, ഈ റോഡും ഈ മതിൽക്കെട്ടുമൊക്കെ നിൽക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ഈ പള്ളിയുടെ വകയായിട്ടുള്ള സ്ഥലമാണ്. ഇത് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്ത സമയത്താണ് 2 കോടിക്ക് മുകളിലുള്ള 76,44,485 രൂപ നാഷണൽ ഹൈവേ അതോറിറ്റി പള്ളിക്ക് കൊടുക്കുന്നത്. ഈ പള്ളിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് ഇവർ നിക്ഷേപിച്ചിരുന്നു.
അത് ഈ പള്ളിയുടെ പ്രായം ചെന്ന ഒരു മഹല്ല് പ്രസിഡന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ വ്യാജ ഒപ്പുകൾ അല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്കുകൾ നൽകിക്കൊണ്ടാണ് ആ അന്നത്തെ പ്രസിഡന്റിനെ കൊണ്ട് ഇവർ ഒപ്പിടിപ്പിക്കുന്നത്. പിന്നീട് 4 തവണകളിലായിട്ട് ഇവർ ഒപ്പിടിപ്പിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹം സീറോ ബാലൻസ് എന്ന അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്ന സമയത്ത് ഇദ്ദേഹം സമീപിക്കുന്നത്. അതിനേക്കാൾ കൗതുകകരമായ മറ്റൊരു കാര്യം, ഈ പള്ളിയുടെ ആധാരത്തിൽ അല്ലെങ്കിൽ നികുതി അടക്കുന്നതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ഓഫീസിലും വില്ലേജ് ഓഫീസിലുമൊക്കെ ഇവർ പോയ സമയത്താണ് ഈ പള്ളി കമ്മിറ്റിയുടെ പേരിലല്ല, ഇതൊക്കെ മറ്റൊരു ട്രസ്റ്റിൻ്റെ പേരിലേക്ക് ഇവർ മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഈ പള്ളിക്ക് വേണ്ടി ഒരു മാസം 1 ലക്ഷത്തിൽ പരം 1.5 ലക്ഷം രൂപ മാസവാടക കിട്ടുന്നൊരു കെട്ടിടം കൂടി പള്ളിയുടെ പേരിലുണ്ട് എന്ന് ഇവർ പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് പിന്നീട് ഇവർ അന്വേഷിച്ച് ചെന്ന സമയത്ത് ഈ പള്ളിക്ക് മാസം 30,000 രൂപ മാത്രം കിട്ടുന്ന തരത്തിലേക്കാണ് ഇവർ കാര്യങ്ങളുള്ളത്. ഈ രീതിയിൽ ഈ ഒരു പള്ളിയെയും ഈ ഒരു ട്രസ്റ്റിനെയും തങ്ങളുടെ അധികാര രാഷ്ട്രീയ ബലം വെച്ചുകൊണ്ട് ഇവർ ചൂഷണം ചെയ്ത കട്ടെടുത്ത ഒരു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന മുസ്ലിങ്ങളുടെ സർവ്വ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്കൊക്കെ ഉപദേശങ്ങൾ വാരിക്കോരി നൽകുന്നു എന്ന് പറയുന്ന പ്രസ്ഥാനിക വഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ഞാൻ സംസാരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് അദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജമാഅത്തെ ഇസ്ലാമി പുറത്താക്കിയെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പുറത്താക്കിയതാണെങ്കിൽ അവർക്ക് തെറ്റ് ബോധ്യപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പുറത്താക്കൽ മാത്രമല്ല ഇതിൻ്റെ പരിഹാരം. ജമാഅത്തെ ഇസ്ലാമിക്ക് സമൂഹത്തോട്, മുസ്ലിം സമൂഹത്തോട്, ഈ സമൂഹത്തോട്, നിയമവ്യവസ്ഥയോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പൊതുസമൂഹത്തോട് മാപ്പ് പറയുക എന്ന വലിയ ഉത്തരവാദിത്വം ആ സംഘടനക്കുണ്ട്. അതവർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്തിനാണ് ഈ സമരമെന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നു, ഞങ്ങൾക്ക് പോലീസിൽ നിന്ന് നീതിയില്ല, ഇവർ വലിയ രാഷ്ട്രീയ പ്രഭുക്കളാണ്, പണം കൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ സ്വാധീന വലയം ഈ പ്രതികൾ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. പോലീസിൽ നിന്ന് ഞങ്ങൾക്ക് നീതിയില്ല, അതുകൊണ്ട് പോലീസിൽ നിന്ന് നീതി ലഭ്യമാകുന്നതുവരെ ഞങ്ങൾ ഈ കമ്മിറ്റിയും ഈ പോലീസിൽ കേസ് നൽകിയിട്ടുണ്ട്. ഈ മാതൃ കമ്മിറ്റിയും, അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 9 പള്ളികളുടെ ഒരു മഹല്ല് കൂട്ടായ്മയായിട്ടുള്ളൊരു പള്ളിയുണ്ട്, ആ പള്ളിയും ഇവർക്കെതിരെ കേസ് നൽകിയിട്ടുണ്ട്. ആ കേസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കേസിൽ ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നൊന്നും ഈ പള്ളിക്കനുകൂലമായ ഇവരെ അറസ്റ്റ് ചെയ്യാനോ, ഈ പ്രതികൾ ഈ നാട്ടിലൂടെ തന്നെ സ്വൈര്യവിഹാരം നടത്തുന്നവരാണ്, ഇവിടുത്തെ ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരെ പിടികൂടാനോ ഇവരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കാനോ അവരിൽ നിന്ന് ആ പണവും അതോടൊപ്പം തന്നെ ആധാരവും തിരികെ ലഭിക്കുവാനോ ഒന്നും ഉള്ള ഒരു സംവിധാനവും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് മറ്റ് തരത്തിലുള്ള ആളുകളോ നിയമവ്യവസ്ഥയോ ഒന്നും നടപടി കൈക്കൊള്ളുന്നില്ല എന്നും ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നും ആ പണം തിരികെ ഈ പള്ളിക്ക് തന്നെ ലഭിക്കണമെന്നുമാണ് ഈ സമരപന്തലിൽ ഇരുന്നു കൊണ്ട് 180 ദിവസം നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ ഇങ്ങനെ ഒരു സമരം നടന്നു എന്ന് തന്നെ പറയുമ്പോൾ ഈ വഞ്ചനയുടെ ആഴം എത്രയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതാണ് ഈ അല്പം ദീർഘിച്ചു പോയ ഒരു വിവരണമാണ് എൻ്റേത് എന്നറിയാം. നമുക്ക് സമരപന്തലിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരേണ്ടതുണ്ട്. സമരപന്തലിൽ 3 മണിക്ക് ഈ സമരപന്തൽ ഉണരുമ്പോൾ ഇവിടുത്തുകാരുടെ അഭിപ്രായം നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഈ വഞ്ചനയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് SN പുരയിലെ സാഹിബ് ഉപ്പാപ്പ പള്ളി മഹല്ല് കമ്മിറ്റിയുടെ ഓഫീസിന് തൊട്ട് മുൻപിലും അതോടൊപ്പം തന്നെ ആ സാഹിബ് ഉപ്പാപ്പ മക്കാം ഷെരീഫ് ഉൾപ്പെടുന്ന ഇവിടുത്തെ ആ ഒരു പള്ളിയുടെ മുൻപിലുമാണ്. ഈ പള്ളി എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഈ ഒരു മഹലിൻ്റെ മൊത്തം പള്ളി എന്ന് പറയുന്നത്. ആ പള്ളിക്ക് കീഴിൽ ഏകദേശം 9ഓളം നിസ്കാര പള്ളികളും ജുമാ നടക്കുന്ന മറ്റു പള്ളികൾ ഉൾപ്പെടെയുള്ള പള്ളികളുണ്ട്. അത്തരത്തിലുള്ളൊരു പള്ളി കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ തട്ടിയെടുത്ത അതിൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത പള്ളി പോലും പണയപ്പെടുത്തിയ ആ ഒരു SN പുരയിലെ ആ വിവാദ പള്ളി കൂടി ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ ഈ പള്ളിയും ഈ പള്ളി കയ്യേറിയ ആളുകൾക്കെതിരെ കേസ് നൽകിയിട്ടുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കണം. ഈ പള്ളിക്ക് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വെൽഫെയർ പാർട്ടിയുടെ ഒരു ഓഫീസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, ഒരു കൊടി അടയാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ബൈത്തുസക്കാത്ത് കേരള എന്ന് പറഞ്ഞൊരു ഓഫീസും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ ഒരു ഓഫീസും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന് തൊട്ടു താഴെ ഒരു ഫ്ലെക്സ് ബോർഡ് കാണാം. ആ ഫ്ലെക്സ് ബോർഡിലും ഈ പള്ളിയുടെ പണം തട്ടിയെടുത്ത പ്രതികളുടെ ഫോട്ടോ അടക്കം ഉണ്ട് എന്നതും നമുക്ക് വളരെ വിചിത്രമായിട്ട് തന്നെ തോന്നുന്നു. എന്ന് വെച്ചാൽ ഒരു മാതൃപള്ളിയുടെ തൊട്ട് മുൻപിലെ പ്രവർത്തിക്കുന്ന വെൽഫെയർ പാർട്ടി ഓഫീസ്, ആ പാർട്ടിയുടെ നേതാവ്
ഈ പള്ളിയുടെ സമ്പത്ത് കൊള്ളയടിച്ച് നാട്ടിലൂടെ വിലസി നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വിരോധാഭാസമാണ് എന്ന് ഇത്തരക്കാർ ചിന്തിക്കണം, സമൂഹം മനസ്സിലാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞു വന്ന പള്ളിയുടെയും അതോടൊപ്പം തന്നെ പറയേണ്ടിയിരുന്നൊരു കാര്യമാണ്, ഒരു മദ്രസ കൂടി പള്ളിയുടെ കോമ്പൗണ്ടിലുണ്ട്. ഈ പള്ളിക്കായി 44 സെൻറ്റ് സ്ഥലമാണ് 4 പേര് വഖഫായിട്ട് നൽകിയിരുന്നത്. ഇതിൽ ഈ പറയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ തട്ടിയെടുത്തു എന്ന് പറയപ്പെടുന്ന ഭൂമി മൊത്തം ഈ പള്ളിയും മദ്രസയും നിൽക്കുന്ന കോമ്പൗണ്ട് ഏകദേശം 25 സെൻറ്റ് സ്ഥലമാണ്. ഇതിൽ ഏകദേശം 8-9 സെൻറ്റ് അവർ അന്യാധീനപ്പെട്ട് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ തൊട്ട് മുൻപിൽ, പള്ളിയുടെ തൊട്ട് മുൻപിൽ ഞാൻ പറഞ്ഞത് നാഷണൽ ഹൈവേ NH-66 കടന്നു പോകുന്നതാണ്. അതിന് തൊട്ടപ്പുറത്തും ഒരു സ്ഥലമുണ്ട്. അവിടെ ഏകദേശം 10 സെൻറ്റോളം, ഇങ്ങനെ ഒരു 18 സെൻറ്റോളം ഭൂമിയും ഇവർ ഈ കൂട്ടത്തിൽ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ്. ഞാനിപ്പോൾ ഈ മദ്രസയുടെ മുൻപിലാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ ആ കൈമാറ്റം നടക്കുന്ന സമയത്ത് അന്യാധീനമായി ഒപ്പിടിപ്പിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്ന അന്നത്തെ ഈ പള്ളി കമ്മിറ്റി, ഈ മഹലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മക്കാരിക്കയുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രസിഡൻ്റല്ല, അദ്ദേഹം ഏകദേശം 13 വർഷക്കാലം ഈ ഒരു കമ്മിറ്റിയുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ പ്രസിഡൻ്റായിട്ട് നിന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇതിൽ വ്യക്തത വരുത്തുക എന്നത് വളരെ കൃത്യമായതുകൊണ്ട് തന്നെ ആ വ്യക്തത നമുക്ക് തരേണ്ടതുണ്ട്. ഇപ്പം ഇത്തരം കേരളത്തിൽ വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പള്ളി ഈ നേരത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു സുന്നി പള്ളിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നേരത്തെ വളരെ മുമ്പ്. എത്ര വർഷം മുമ്പാണ്? എത്ര വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 85 വയസ്സ് താങ്കൾക്ക്. അതിൽ 1974 ഈ പള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി താമസിക്കുന്നത്. ആ സമയത്തൊക്കെ ഇവിടെ ഈ ഗ്രൂപ്പൊന്നുമില്ല, സുന്നി ജമാഅത്ത് മുജാഹിദ് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും വന്നു, എല്ലാ ആശയക്കാരും ഇവിടെ വന്ന് നിസ്കരിച്ച് പോകും. അന്നൊരു ചെറിയ പള്ളിയുള്ളൂ. സുന്നി ആചാരപ്രകാരമായിരുന്നു പള്ളി. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, ആദ്യം തുടക്കത്തിൽ. പിന്നീട് എപ്പോഴാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇവിടേക്ക് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ വരുന്നതെന്നൊക്കെ ജമാഅത്ത് ആശയക്കാരാണ് കൂടുതൽ ഈ ഇദ്ദേഹത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം ഈ നമസ്കാരത്തിൽ നോമ്പിനൊക്കെ തറാവീഹ് 23 നിസ്കരിക്കുമായിരുന്നു. ഞാനും ചെയ്തിട്ടുണ്ട് ഇവരെ കൂടെ നിന്നിട്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരനാണ്. അതെ, ഞാൻ അങ്ങനെയാണ് ഇവരായിട്ട് അടുപ്പം വരുന്നത്. അതിപ്പോൾ എൻ്റെ ബ്രദേഴ്സ് ഉണ്ട്, 2 പേരുണ്ട് ഇവിടെ, എൻ്റെ അനുജന്മാർ. പുള്ളിയാണ് ഇപ്പോൾ ഒരഞ്ജനാണ്, റിട്ടയർഡ് അധ്യാപകനാണ്. പുള്ളിയാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്. ഞാനിപ്പോൾ ഇത് മാറി എന്നെ കമ്മിറ്റിയിൽ വെച്ചിട്ടുണ്ട്. പ്രസിഡൻറ്റ് വേറെ ഇതൊന്നുമില്ല, പ്രായം കൊണ്ട് അതൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ അന്ന് മുതൽ ഇവിടെ നിസ്കാരങ്ങൾ. പിന്നീട് എപ്പോഴാണ് ഈ ജമാഅത്തെ ഇസ്ലാമി വരുന്നതെന്ന് പറഞ്ഞു? ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വരുന്നത് ഇത് 1974-ലാണ്. ശേഷം കുറച്ച് ആളുകളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ പോയതിന് ശേഷം ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ജുമാ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജുമാ തുടങ്ങണമെന്നുള്ള ഇതിൽ ഇവിടുത്തെ അന്നത്തെ ഭാരവാഹികളൊക്കെ ജുമാ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ചെയ്തു. അപ്പോൾ ഇത് സാഹിബിൻ്റെ പള്ളി മഹല്ലിപ്പെട്ട സ്ഥലമാണ്, ഉപപള്ളിയാണ്. സാഹിബിൻ്റെ പള്ളിയിൽ ഏതാണ്ട് ഇതേപോലത്തെ 11 പള്ളിയുണ്ട്. അതിലൊരു ഉപപള്ളിയാണ്. അവരായിട്ട് സഹായിക്കണില്ല. ഇത് ജമാഅത്ത് ആശയക്കാരായതുകൊണ്ട്, അത് സുന്നി ആയതുകൊണ്ട് അവരായിട്ടുള്ള ഒരു കോപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. ഈ പള്ളി ഭാരവാഹികൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പള്ളിയിട്ട് സഹകരിക്കുന്നില്ല, ഉണ്ടായില്ല. അങ്ങനെ സഹകരണം ആദ്യമൊക്കെ ഗ്രാൻഡൊക്കെ തന്നിരുന്നു. പിന്നെ ഇവിടുത്തെ സിലബസും അങ്ങനെയായിരുന്നു. ഈ ജമാഅത്തിൻ്റെ ആയിരുന്നില്ല കംപ്ലീറ്റ്. ആദ്യം തുടക്കത്തിലൊക്കെ പല ആശയക്കാർ സുന്നി ആശയത്തിലുള്ള ഇതിൽ ദീനിയാത്ത്, അമലിയാത്ത് അങ്ങനെയുള്ള ഇതുകളൊക്കെ പഠിപ്പിച്ചിരുന്നു. പിന്നീടാണ് ഇവർ ജമാഅത്തിൻ്റെ ആശയക്കാർ ഇങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഈ ജമാഅത്തിൻ്റെ സിലബസൊക്കെ കൊണ്ടുവന്ന് മദ്രസയിൽ. അങ്ങനെ ജമാഅത്ത് ആശയത്തിലാണ് പിന്നെ മദ്രസയൊക്കെ നടത്തി പോകുന്നത്. ഈ ഇവിടുത്തെ പ്രധാന വ്യക്തി ഉണ്ടല്ലോ ഈ തട്ടി എടുത്തെന്ന് പറയുന്ന ഒരു ഷാനവാസ് അല്ല, വേറെ അബ്ദുൽ ലത്തീഫ് ഉണ്ട്. പുള്ളിയാണ് ഇവിടെ ഇമാമ് എന്നിരുന്ന ആൾ ഖുത്ബ പറഞ്ഞിരുന്നു. എൻ്റെ ഒരു ചോദ്യം, ഇവിടെ ഒരു ഇമാമായിട്ട് വന്ന ഒരാൾ ഈ പള്ളിയുടെ സ്വത്ത് തട്ടിയെടുക്കുക എന്ന് പറയുമ്പം നിങ്ങളുടെയൊക്കെ ഒരു കമ്മിറ്റിയുടെ ഒരു അശ്രദ്ധ ഇതിനകത്ത് വലിയ രീതിയിൽ കമ്മിറ്റിയുടെ അശ്രദ്ധ എന്ന് പറഞ്ഞ കമ്മിറ്റിയുടെ എന്നെ പ്രസിഡൻ്റായിട്ട് വെക്കുമ്പോൾ ഞാൻ അതിന് ശേഷം വന്ന ആളാണല്ലോ. ഞാനൊരു ഈ ലത്തീഫായിട്ട് ഒരു 30 വർഷത്തെ പരിചയമുണ്ട് എനിക്ക്. ലത്തീഫായിട്ട്
അപ്പോൾ ഞാനൊക്കെ അവരെ വിശ്വസിച്ച് പോയി അങ്ങേറ്റയും. ഇവർ ഇങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യുമെന്ന് എൻ്റെ മനസ്സിൽ തന്നെ പോയിട്ടില്ല. ഞാൻ വളരെ ശുദ്ധ ഇതിൽ പോകുന്ന ഒരാളാണ്. ഇവർ പറയുമ്പോൾ അത് വിശ്വസിക്കും. അങ്ങനെ വിശ്വാസത്തിൽ എന്നെ ഇവൻ കുടുക്കി, ശരിക്കും എന്നെ വഞ്ചിച്ച്, ഭയങ്കര വഞ്ചന. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട് മാനസികമായിട്ട് ഈ കുടുക്കിപ്പെട്ടതിൽ. എന്നെ കൊണ്ടുപോയി വഞ്ചിച്ച് ഒപ്പിടിക്കുകയായിരുന്നു. അതിന് ചെയ്ത പണി എന്താണ്, ഇവിടെ ഒരു പാട്ട് ഈ വൈറ്റ് ഇതുണ്ടല്ലോ, വെള്ള പെയിൻ്റ് അടിച്ചിട്ടില്ല, അതുവരെയും വന്നിട്ട് പിന്നെ ഇങ്ങോട്ടൊരു 1.5 മീറ്ററിനൊക്കെ സ്ഥലം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കട്ടിങ് ആയിരുന്നു. അപ്പോൾ ഇവിടെ താമസിക്കുന്ന വ്യക്തി, ഇതിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഒരാളാണ് മുഹമ്മദ് യൂസുഫ്, മരണപ്പെട്ടു പോയി. ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ചിരുന്നതാണ് അയാൾ. ഈ ഒന്നിച്ചില്ലാനും സെൻറ്റ് സ്ഥലം, ഒരു 50 സ്ക്വയർ മീറ്റർ ഏതാണ്ട് ഉണ്ടാവുള്ളൂ സ്ഥലം, പള്ളിക്ക് വേണ്ടി തന്നു, അത് നേരെയാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇതിന് ഒപ്പിടാൻ, സാക്ഷി ഒപ്പിടാനെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോകുന്നു രജിസ്റ്റർ ഓഫീസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു പള്ളിക്ക് സ്ഥലം കിട്ടണമല്ലേ കൊണ്ടുപോകണത്. ഇയാൾ പറഞ്ഞിട്ടാണ്, ഈ അന്നത്തെ സെക്രട്ടറി ഈ ലത്തീഫ് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണം. എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് അത് സാധാരണ ഈ ഏരിയയിലെ രജിസ്ട്രേഷൻ നടക്കുന്നത് മതിലകം രജിസ്റ്റർ ഓഫീസിലാണ്. അന്ന് ഇവർ കൊണ്ടുപോയത് എന്നെ കൊടുങ്ങല്ലൂർ രജിസ്റ്റർ ഓഫീസിലാണ്. ഇപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാലും ഇതുവരെയും ചെയ്തിരുന്ന ഇവിടെ ഇതിന് മാത്രം വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി. എനിക്കാണെങ്കിൽ ഈ സ്ഥലകാര്യം പിന്നെ കമ്മിറ്റിയിൽ ഈ വിഷയമൊന്നും ചർച്ച ചെയ്തില്ലേ? നിങ്ങൾ സഹപ്രവർത്തകരോടൊന്നും ചർച്ച ചെയ്തില്ല? ഏത് ഇത് പോണത്, നിങ്ങൾ പോകുന്നതും രജിസ്റ്റർ ഉണ്ട് എന്ന് പറയുന്നതും ഒന്നും ചർച്ച ചെയ്യില്ല. അപ്പം ഈ 1.5 സെൻറ്റ് സ്ഥലം തരുന്നതല്ലേ ഒരാൾ, ഒരു വ്യക്തി പള്ളിക്ക് വേണ്ടി തരുന്നതല്ലേ. അതിനൊന്നും സതുദ്ദേശത്തോട് കൂടിയിട്ട് അവരെ വിശ്വസിച്ച് അവരെ കൂടെ പോയി. അതിൻ്റെ ഇതോടെ കൂടി എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ ഈ കൈമാറ്റം ചെയ്തുള്ള പരിചയമോ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടുള്ള പരിചയമൊന്നുമില്ല, ഇങ്ങനെ ഒപ്പിടാനൊന്നും പോണ പരിചയമൊന്നുമില്ല. എന്താ ഞാൻ ആകെ പോയിരിക്കുന്നത് എൻ്റെ ഉപ്പാടെ സ്വത്ത് ഉപ്പ മരിച്ചു പോയപ്പോൾ വായിച്ചപ്പോൾ എല്ലാവർക്കും വായിച്ചു കൊടുക്കുമല്ലോ, അങ്ങനെ ചില ആവശ്യത്തിന് പോയി എന്നല്ലാതെ വേറെ അങ്ങനെ പോയി. അവിടെ ചെന്നിട്ട് എന്നെ കൊണ്ടുപോയി. അങ്ങനെ സാധാരണ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതൊക്കെ വായിച്ച് കേൾപ്പിക്കുമെന്ന് ഈ ആധാരത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഒന്നും എന്നെ വായിച്ച് കേൾപ്പിച്ചില്ല. എന്നോട് പറഞ്ഞു ഇവിടെ ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനത്തെ സ്ഥലത്ത് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. പിന്നീടാണ് മനസ്സിലായത് ഇതെന്നെ ചതിച്ചതാണെന്ന് മനസ്സിലായത്. പിന്നീട് ഇങ്ങനെ ഈ ഇതുകളെ യഥാർത്ഥത്തിൽ അത് പള്ളി അവരുടെ പേരിലേക്ക്, ട്രസ്റ്റിൻ്റെ പേരിലേക്ക് ആക്കിയതിൻ്റെ രേഖയാണത്. അപ്പോൾ ഇതെനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അങ്ങനെ അറിയാതെ ഞാൻ ഒരിക്കലും പോകില്ല. ഇവർ ചർച്ച ചെയ്തിട്ടുമില്ല. ഇവിടെ ഏതാണ്ട് 156ഓളം വീടുകളുണ്ട് ഈ പരിസരത്ത്, ഇതിൻ്റെ ഏരിയയിൽ, ഈ പള്ളിയിൽ വരുന്നവർ. അതിൽ 156 ഒരു 130 കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ വളരെ കുറവാണ്. ഈ ഞങ്ങളെന്ന് പറയുന്നത് ജമാഅത്ത് ആശയാണോ അല്ലെ പള്ളി കമ്മിറ്റി, ജമാഅത്ത് ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ? ജമാഅത്ത് ഇസ്ലാമി എന്ന് മാത്രമല്ല, ഈ പള്ളിയുടെ മുതൽ പോയതിൽ പ്രതിഷേധം എല്ലാവർക്കും ഉണ്ട്. ഇവരെ കുറച്ച് വീട്ടുകാർക്ക് മാത്രമില്ല. അതുപോലെ ഈ ഒരു 2 കോടി അധികം ഇപ്പോൾ നിങ്ങളുടെ നാഷണൽ ഹൈവേ വന്ന സമയത്ത് സ്ഥലം കൊടുത്തതിന് നഷ്ടപരിഹാരം കിട്ടി. 2 കോടി. ആ പൈസ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്നത്? ആ പൈസ വാങ്ങുന്നത് ഇത് എൻ്റെയും MITയുടെ ഒരു സെക്രട്ടറി ഉണ്ട്, റഷീദ് മാഷൻ പേരിലാണ് അക്കൗണ്ട് തുടങ്ങി സൗത്ത് ഇന്ത്യൻ ബാങ്ക് എസ്എംപുരം ബ്രാഞ്ചിൽ. അപ്പോൾ ഒരു പാൻ കാർഡ് വേണം. ഞങ്ങൾ ഈ പള്ളിക്ക് പാൻ കാർഡൊന്നുമില്ല. അപ്പോൾ MITക്ക് അതുണ്ട്. അത് വലിയ ഇതായിട്ട് ഇത്രയും പൈസയൊക്കെ വരുമ്പോൾ പാൻ കാർഡിൻ്റെ ആവശ്യമുണ്ടല്ലോ പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പോൾ. അപ്പോൾ അവർ പറഞ്ഞ് ആ പാൻ കാർഡ് ഉപയോഗിച്ച് ചെയ്യാമെന്നും പറഞ്ഞാണ് ഈ റഷീദ് മാഷ് ഇവിടെ വരുന്നത്. അങ്ങനെ ഈ റഷീദ് മാഷയും എൻ്റെയും പേരിലാണ് അക്കൗണ്ട് തുടങ്ങിയത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എസ്എംപുരം ബ്രാഞ്ചിൽ. ആ പൈസ വരുന്നത് അവിടേക്കാണ്. 2,76,00,000 ചില്ലാനം. ഈ പൈസ വന്നിട്ട് സൈനിങ് അതോറിറ്റി ഞാനും ഈ റഷീദ് മാഷുമാണ്. അപ്പോൾ ഈ ലത്തീഫാണ് ഈ ഇതെല്ലാം കൊണ്ട് നടക്കുന്ന ആൾ. ചെക്ക് ബുക്ക് ഇതൊക്കെ എൻ്റെ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് എൻ്റെ അങ്ങനത്തെ ഞാനത് അവോയ്ഡ് ചെയ്ത് എന്നെ കൊണ്ടു നടക്കാൻ. എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാലും നഷ്ടപ്പെടുക എന്തെങ്കിലും ചെയ്താലും അതൊന്നും വേണ്ട ഉള്ളതിൽ അവർ എന്നെ കൈകാര്യം ചെയ്തോട്ടെ എന്ന് കരുതി. ഇയാൾ ചെക്കൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇയാൾ ഇവിടെ താമസിക്കും. ഈ ലത്തീഫ് എന്ന് പറയുന്ന ആളും താമസിക്കുന്നത് ഇവിടെ വളരെ അടുത്താണ്. അപ്പോൾ അയാൾ എൻ്റെ വീട്ടിൽ വരും, ചെക്ക് ബ്ലാങ്ക് ചെക്ക് ഒപ്പിടിക്കും. റഷീദ് മാഷ് ഒപ്പിട്ട ചെക്കാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അപ്പോൾ എനിക്ക് വേറെ ആൾ ഒപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കൂടെയുള്ള ആൾ ഒപ്പിട്ടിട്ടുള്ളതുകൊണ്ട് ഇയാൾ പറയുമ്പോൾ ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു പ്രാവശ്യം, ഇത് എന്താണ് ഈ ബ്ലാങ്ക് ഒപ്പിടിക്കുന്നത്, എമൗണ്ട് എഴുതിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇത് എറണാകുളത്ത് ബിൽഡിങ് എടുത്തിട്ടുണ്ടല്ലോ
ആ ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കച്ചവടമാവുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാനാണ് അഡ്വാൻസ് കൊടുക്കാനാണ് അവിടെ ചെല്ലുമ്പോൾ അവർ എഴുതി കൊടുത്തോളൂ എന്നും പറഞ്ഞിട്ടാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരു 4-5 എന്നെ കൊണ്ട് ഒപ്പിടിച്ചിട്ടുണ്ട്. അത് ഒരേ സമയത്താണോ 4 തവണകൾ? 4 തവണകളാണ്, പല സമയത്താണ്, ഒരേ മാസമൊക്കെ കൂടുമ്പോൾ. അപ്പോഴും നിങ്ങൾ ഈ കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്തില്ല? കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾ കമ്മിറ്റി യോഗമൊക്കെ ചേരാറുണ്ടോ ഇവിടെ? എത്ര മാസം കൂടുന്നവരെ ചേരും? അങ്ങനെയൊന്നുമില്ല, എല്ലാ ആവശ്യങ്ങൾ വരുമ്പോൾ ചേരും. പിന്നെ സീറോ ബാലൻസ് കണ്ട സമയത്താണ് ഇത് അറിയുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഞങ്ങളെ കൂടുന്ന ആളുകളോടൊക്കെ പറഞ്ഞിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സീറോ ബാലൻസ് മെസ്സേജ് വന്നപ്പോൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വഞ്ചിക്കപ്പെട്ടെന്ന്. ഈ വഞ്ചിക്കപ്പെട്ടതിൽ പ്രധാന ആൾ ഈ ലത്തീഫാണ് എന്നെ വഞ്ചിച്ചിരിക്കുന്നത്. അയാളായിട്ട് ഏതാണ്ട് 30 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ ജമാഅത്തിൻ്റെ ഹൽക്കയിൽ പോവുമായിരുന്നു. ഹൽക്ക അംഗമാണ്. ഈ ആഴ്ചയിൽ ഇവിടെ കൂടും, ഈ മദ്രസയിലാണ് കൂടുക. ഹൽക്കയിൽ ഞാൻ സംബന്ധിക്കാറുണ്ട്, ഇതൊക്കെ കേൾക്കാറുണ്ട്. ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സിലബസും അവരുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നതാണ്, ഔദ്യോഗികമാണ്. അപ്പോൾ ഈ മദ്രസും ഇപ്പോൾ ട്രസ്റ്റിലേക്ക് മാറി, ട്രസ്റ്റാക്കി മാറ്റി അവർ മാറ്റി. സ്ഥലമൊക്കെ എല്ലാ സ്ഥലവും ഇതിലായി പെട്ടില്ല. ഇവിടെ പഠനം നടക്കുന്നുണ്ടോ? മദ്രസ നടക്കുന്നുണ്ട്. കുറച്ച് കുട്ടികളുണ്ട്, ബാക്കി കുട്ടികളൊക്കെ ഇപ്പോൾ ഇവർ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവർ വേറെ മദ്രസയിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്, ജില്ലാ വെൽഫെയർ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്, ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇന്നലെ മാറ്റുക പോലും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി നടപടിയെടുത്തു. അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഇപ്പം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി എന്നൊരു വാർത്ത കണ്ട്. നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളായിട്ട് പരാതിപ്പെട്ടില്ലേ ഇവർക്കെതിരെ? ഇവർക്കെതിരെ പരാതി കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ജമാഅത്തെ സംഘടനാപരമായ പരാതി കൊടുത്തു. ഈ ആൾക്ക് ഈ ഷാനവാസിന്റെ പേരിലും ലത്തീഫിന്റെ പേരിലും കേസ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നടക്കുന്ന പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് ഈ മതിലകം പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതിയില്ല. നിങ്ങൾ പോകുമ്പോൾ എന്താ പോലീസ് പറയുന്നത്? പോലീസ് പോകുന്നത് ഞങ്ങൾക്ക് ആദ്യത്തെ പോക്കിൽ തന്നെ ഈ പോലീസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ലെറ്റർ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഒരു സെറ്റിൽമെൻറ്റ്, 1 മാസത്തിനകത്ത് ഭൂമി തിരിച്ചു തരും, അവിടുത്തെ കോൺട്രാക്റ്റ്, വാടക കൊടുത്ത ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്റ്റ് തീരുമ്പോൾ അത് വിറ്റ് 250-2.5 കോടിയിൽ കുറയാത്ത പൈസ തരുമെന്നും പറഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ ഈ സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? അവരോട് തന്നെ ചോദിച്ചു. ഇത് ഈ ഇസ്ലാമിന് പണിയല്ല, അത് ഈ അനാശ്വാസം നടക്കുന്ന സ്ഥലമാണ് എറണാകുളം സൗത്തിൽ ലോഡ്ജാണ്. ലോഡ്ജ് വളരെ മോശം ഇതിൽ നടക്കുന്ന ലോഡ്ജാണ്. ആ പൈസ ഉപയോഗിച്ച് നിങ്ങൾ പള്ളി ഭരിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാലും ഒരു മുസ്ലിം സഹോദരനാണ് CI. അനാശാസ്യം നടക്കുന്ന ലോഡ്ജാണ് ഇവർ വാങ്ങിയെന്ന് പറയുന്ന കെട്ടിടം. അതിന്ന് കിട്ടുന്ന പൈസ ഇതിൻ്റെ വാടക ഉപയോഗിച്ച് നിങ്ങൾ ആ വാടകയാണ്, അനാശാസ്യത്തിൻ്റെ വാടകയാണ് പള്ളിക്ക് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ട് അയാൾ എതിർത്ത് അതിനെ. പിറ്റേ ദിവസം ഞങ്ങൾ അന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ചെന്നപ്പോൾ ഇയാൾ മാറി നേരെ തിരിച്ചായി, ഞങ്ങളോട് എതിർത്തായി. ഞങ്ങളെ സപ്പോർട്ടില്ല, ഞങ്ങൾക്ക് സപ്പോർട്ടില്ലാത്ത രീതിയിലായി പെരുമാറ്റം. അവരെ അട്ടിമറി നടന്നു. അട്ടിമറി നടന്നു, ശരിക്കും നടന്നു. ഇപ്പോഴും പിന്നെ ഒരു കേസ് പെടുന്ന് ഞങ്ങൾ കേസ് കൊടുത്താലൊന്നും ഇവർ അന്വേഷിക്കാനൊന്നും വരില്ല. ഇവിടെയൊക്കെ ഈ ഓഫീസുണ്ടല്ലോ, ഞങ്ങൾ ഓഫീസ് തല്ലി പൊളിച്ചിട്ടാണ് അവരകത്ത് കയറി റെക്കോർഡുകളൊക്കെ കൊണ്ടുപോയത്. റെക്കോർഡെല്ലാം കൊണ്ടുപോയത് ഈ ആളുകളോട് നിങ്ങൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഇവരെന്താണ് പറയുന്നത്? ഈ പ്രതികൾ എന്താണ് പറയുന്നത്? ലത്തീഫും ഷാനവാസും ഒക്കെ എന്താ പറയുന്നത്? അവർ നിങ്ങൾ കേസ് കൊടുത്തോളാൻ പറയും. നിങ്ങൾ നാട്ടിലൂടെയൊക്കെ അവർ ഇറങ്ങി നടക്കുന്നുണ്ട്, ഈ പള്ളിയിലൊക്കെ അവർ വരും. ഇപ്പോൾ വരുന്നില്ല, കുറച്ച് നാൾ മുമ്പ് വരെയും വന്നിരുന്നു. ഷാനവാസ് തീരെ വരാറില്ല. ഈ ഫ്ലക്സും ബോർഡും ഒക്കെ നിങ്ങളിങ്ങനെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്തു നിന്നൊരു എതിർപ്പുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കളയാറുണ്ട്. ഈ ലത്തീഫിൻ്റെ മോള് തന്നെ വന്നിട്ട് കീറും. അത് ഭീഷണിയുണ്ടോ? ഭീഷണി അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായി. ഒരുപാട് പ്രാവശ്യം കീറിയിട്ട് രണ്ടാമത് വെച്ചാണ് ഈ ബോർഡൊക്കെ. വ്യക്തിപരമായിട്ടൊക്കെ നിങ്ങൾക്ക് സാക്ഷി പറയാനോ മൊഴി കൊടുക്കാനൊക്കെ പോകുന്നത് സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്? അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ ഈ കേസിന് പുറമെ ഇവരൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളാണല്ലോ, നിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെയാണോ? അപ്പം നിങ്ങളുടെ ആ സംസ്ഥാന ഘടകത്തിന് പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടല്ലോ? എന്ന് കൊടുത്തു? പരാതി കൊടുത്ത ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. കൊടുത്തത് ഞാൻ മാത്രമാവില്ല, വേറെ ആളുകൾ. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? അവരെയൊന്നും മറുപടിയൊന്നുമില്ല. ആർക്കാണ് കൊടുത്തത് എന്നറിയോ? അത് മുഴുവൻ അമീറിനോ മറ്റോ ആണോ? അമീറിൻ്റെ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. മറുപടി തന്നിട്ടില്ല. മറുപടി നല്ല ഇതിലല്ല. അത് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ പറയാനുള്ളത്? എനിക്കെന്ത് പറയാൻ, ഞങ്ങൾക്ക് ഈ പൈസയും ഞങ്ങൾ നഷ്ടപ്പെട്ട വസ്തു അത് പള്ളിയുടെ പേരിലേക്ക് തിരിച്ചു വരണം, പൈസയും തിരിച്ചു വരണം. ഞങ്ങളെ ആവശ്യം, പ്രധാന ആവശ്യം അതാണ്. ഒരാവശ്യമുള്ളൂ ഞങ്ങൾക്ക്, ഞങ്ങളെ നഷ്ടപ്പെട്ട മുതൽ തിരിച്ച് പള്ളിക്ക് തന്നെ വരണം, വേറെ ഒരാവശ്യമില്ല.
ഈ പൈസ ഇങ്ങോട്ട് വരണം, പള്ളിയുടെ സ്വത്തും വരണം, ഭൂമി. കേട്ടിടത്തോളം അത്രമേൽ ഭീകരവും അതോടൊപ്പം തന്നെ കപടതയുടെയും വഞ്ചനയുടെയും ഒക്കെ വലിയ കഥ ഈ ഒരു തട്ടിപ്പിന് പിറകിലുണ്ട്. ഞാനിപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മഹലിൻ്റെ അണ്ടറിൽ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മദ്രസ എന്ന് പറയുന്നത്. കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഈ ഒരു ട്രസ്റ്റ് ആയിട്ട് ഈ പള്ളിയും മദ്രസും ഈ സ്ഥലവും ഒക്കെ 18 സെൻറ്റോളം സ്ഥലവും ഒക്കെ പോകുന്നതിന് പിറകിലൊരു കാരണമായിട്ട് പറയുന്നത് ഇവിടെ ഒരു ഭിത്തി കാണാം. ഈ ഭിത്തി ഏകദേശം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞായിരുന്നു, ഈ ഒരു കോൺ ആകൃതിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടടുത്ത വീട്ടുകാർ ഒരു 1-2 അടി സ്ഥലം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഈ കെട്ട് നേരെ കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നേരെ കെട്ടാൻ 1-2 അടി സ്ഥലം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്ന ആവശ്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാവപ്പെട്ട പ്രസിഡൻറ്റിനെ ഇവർ കൊണ്ടുപോകുന്നത്. സാധാരണ തൊട്ടപ്പുറത്തുള്ള ഒരു രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോകുന്നതിന് പകരം നമ്മുടെ കൊടുങ്ങല്ലൂരിലെ രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയിട്ടാണ് ഈ ലത്തീഫ് എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഷാനവാസും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോയത്. ഇതാണ് ഒരു കാരണമായിട്ട് ഇവർ കൊണ്ടുപോകും. അപ്പം നമ്മൾ ആലോചിക്കണം, ഒരു അവസ്ഥ കിട്ടാൻ അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടാൻ ഇവർ കാത്തിരിക്കുകയായിരുന്നു എന്നും. നമുക്ക് ഇതാണ് ഈ പള്ളിയുടെ പിറക് ഭാഗം. ഇത് മദ്രസും അങ്ങനെ ഒരു അത്യാവശ്യം 25 സെൻറ്റിനകത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൽ തന്നെ 9-8 സെൻറ്റ് സ്ഥലം ഇവർ കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ഈ ഭാരവാഹികൾ പറയുന്നത്.